എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ 1600 രൂപ ലഭിക്കുന്ന നമുക്കെല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷൻ വർധനവിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. പെൻഷൻ വർധനവിന് വേണ്ടി സർക്കാർ ഉദ്ദേശിക്കുന്നത് 200 രൂപയുടെ വർധനവായിരിക്കും. അതായത് 1700 അല്ലെങ്കിൽ 1800 രൂപയിലേക്ക് ഒക്കെ ഒരു വർധനവായിരിക്കും ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. 1750 എന്നും ചില മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഈ പെൻഷൻ വർധനവൊക്കെ ഓരോ ബഡ്ജറ്റിലുമാണ് സർക്കാർ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണ്. അതിന് മുന്നോടിയായിട്ട് അതായത് ഓണത്തിന് ശേഷം ഈ പെൻഷൻ തുകയിൽ ഒരു വർധനവ് പ്രഖ്യാപിക്കുമെന്ന് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ലഭിക്കുന്നത് 1750 രൂപ വരെയൊക്കെ ആക്കി ഉയർത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇത് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് 63 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുണ്ട്. അതായത് സംസ്ഥാനത്തെ വോട്ടവകാശമുള്ള പൗരന്മാരിൽ 25% മുകളിൽ വരുന്ന ആളുകളും ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനോ ക്ഷേമനിധി ബോർഡ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ സ്വാധീനിക്കുവാനുള്ള വലിയൊരു ശ്രമമായിട്ട് തന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് കണക്കിലാക്കാവുന്നതാണ്. ഇനി അത് മാത്രമല്ല, ഈ പെൻഷൻ തുകയുടെ വർധനവ് ഏർപ്പെടുത്തുമ്പോൾ മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇത് ബാധകമാകുന്നതാണ്. സർക്കാർ വർദ്ധിപ്പിക്കുന്ന ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന സഹായങ്ങളും എല്ലാം ഒരു മുടക്കവും കൂടാതെ തന്നെ എത്തിച്ചേരുന്നതാണ്. ഇതിനുവേണ്ടി ബയോമെട്രിക് മസ്റ്ററിങ്ങിന് വേണ്ടിയുള്ള തീയതികളും അനുവദിച്ചിട്ടുണ്ട്. 2025 ഓഗസ്റ്റ് മാസം 24 തീയതി വരെ ഇതിനുവേണ്ടി സമയമുണ്ട്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു നിശ്ചിത തീയതിക്ക് മുമ്പ് നമുക്ക് ചെയ്തു തീർക്കാവുന്നതാണ്. മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ചെയ്യേണ്ടത്. കിടപ്പ് രോഗികളെ സംബന്ധിച്ച് അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ നമ്മുടെ വാർഡ് മെമ്പറുടെ പക്കൽ അല്ലെങ്കിൽ വാർഡ് കൗൺസിലറുടെ പക്കലിൽ അതുമല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ഈ കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ്. അതുമാത്രമല്ല, ഉദ്യോഗസ്ഥർക്ക് നമ്മളെ ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോൺ നമ്പർ കൂടെ കൊടുക്കേണ്ടതാണ്. പിന്നീട് നമ്മുടെ പ്രദേശത്തിൻ്റെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് പറഞ്ഞു കൊടുക്കുകയോ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. നിശ്ചിത തീയതികളിൽ പ്രത്യേകിച്ച് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ടുള്ള മസ്റ്ററിംഗ് ഒക്കെ ഒരുവിധം ഒതുങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് ജീവനക്കാർ നമ്മുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതാണ്. അതിന് ഒരു നിശ്ചിത നിരക്കുമുണ്ട്. കൃത്യമായിട്ട് അത് ചോദിച്ച് മനസ്സിലാക്കുകയും വേണ്ടതാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ഇപ്പോൾ പരിശോധനകൾ വിവിധ മേഖലകളിലേക്ക് ആരംഭിക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട്. അതെല്ലാം തന്നെ ഈ ഒരു മസ്റ്ററിംഗ് എല്ലാം പൂർത്തിയായ ശേഷമായിരിക്കും. സംസ്ഥാന സർക്കാർ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള മേഖലകളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ്. ഭൗതിക സാഹചര്യങ്ങളും നമ്മുടെ വീടിൻ്റെ വിസ്തീർണം എത്രയാണ്, വീടിൽ എന്തെല്ലാം വസ്തുവകകളുണ്ട്, വീട്ടിൽ കാറുണ്ടോ, അതോടൊപ്പം തന്നെ എത്ര സെൻറ്റ് സ്ഥലം നമുക്കുണ്ട്, വാർഷിക വരുമാനം എത്രത്തോളമുണ്ട്, ഇതെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാകുന്നതാണ്. ഇതെല്ലാം അടിസ്ഥാനമാക്കി അനർഹമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ പെൻഷൻ നിർത്തുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് പെൻഷൻ തുകയിൽ അടുത്ത 2 ഗഡുക്കൾ കൂടി വിതരണം ചെയ്യുമെന്ന സൂചനയാണ് നിലവിലിപ്പോൾ വന്നിട്ടുള്ളത്. ഓണത്തിന് മുൻപ് സെപ്റ്റംബർ ആദ്യമാണ് ഓണം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത മാസം ഓഗസ്റ്റ് മാസം ഏറ്റവും ഒടുവിലായിട്ട് 2 പെൻഷൻ ഗഡുക്കൾ കൂടി വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിലിപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓണക്കാലം സാധാരണക്കാർക്ക് വീണ്ടും ആഘോഷത്തിന് കുറച്ച് ദിവസങ്ങളായിട്ട് മാറ്റപ്പെടുകയും ചെയ്യുന്നതാണ്. ഈ മാസം സാധാരണഗതിയിലുള്ള പെൻഷൻ വിതരണമാണ് നടക്കുന്നത്. അടുത്ത മാസമാണ് കുടിശ്ശികയുടെ 1 ഗഡുകൾ കൂടി വിതരണം ചെയ്യുന്നത്. ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമില്ലെങ്കിൽ കൂടുതൽ ഗഡുകൾ കൂടി ലഭിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.